PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 21 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ സ്വീകരിച്ച ഒടുവിലത്തെ അംഗരാജ്യം ബൾഗേറിയ. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ സ്വീകരിച്ച ഒടുവിലത്തെ അംഗരാജ്യം ബൾഗേറിയ. 2007 മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും ബൾഗേറിയ ലെവ് എന്ന സ്വന്തം കറൻസിയാണ് ഉപയോഗിച്ചിരുന്നത്. 2026 ജനുവരി 1 മുതലാണ് യൂറോയിലേക്ക് മാറിയത്. അപ്പോൾ 2007 മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും ബൾഗേറിയ ലെവ് എന്ന സ്വന്തം കറൻസിയാണ് ഉപയോഗിച്ചിരുന്നത്. 2026 ജനുവരി 1 മുതലാണ് യൂറോയിലേക്ക് മാറിയത്. യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ. യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ. ബൾഗേറിയ കൂടി എത്തിയതോടുകൂടി യൂറോസോണിൽ 21 രാജ്യങ്ങളായി. ഓക്കെ, അപ്പോൾ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ. ബൾഗേറിയ കൂടി എത്തിയതോടെ യൂറോസോണിൽ 21 രാജ്യങ്ങളായി എന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങളുണ്ടെങ്കിലും ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഹംഗറി, പോളണ്ട്, റുമാനിയ, സ്വീഡൻ എന്നിവ ഇപ്പോഴും യൂറോയ്ക്ക് പകരം സ്വന്തം കറൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയന് 27 രാജ്യങ്ങളുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ പറഞ്ഞ 21 പേരാണ് യൂറോസോണിൽ ആയിട്ടുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഹംഗറി, പോളണ്ട്, റുമാനിയ, സ്വീഡൻ എന്നിവ ഇപ്പോഴും യൂറോയ്ക്ക് പകരം സ്വന്തം കറൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സൗമൻ സെൻ? 40ാമത്. കേരള ഹൈക്കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സൗമൻ സെൻ? 40ാമത്. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജനുവരി 9 വിരമിച്ച നിതിൻ ജംധാറിൻ്റെ പിൻഗാമിയാണ് കൊൽക്കത്ത സ്വദേശിയായ സൗമൻ സെൻ. അപ്പം മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജനുവരി 9 വിരമിച്ച നിതിൻ ജംധാറിൻ്റെ പിൻഗാമിയാണ് കൊൽക്കത്ത സ്വദേശിയായ സൗമൻ സെൻ. 2025 ഡിസംബർ 30 അന്തരിച്ച ഖലീദസിയ ബംഗ്ലാദേശിൻ്റെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു? ആദ്യത്തെ. 2025 ഡിസംബർ 30 അന്തരിച്ച ഖലീദസിയ ബംഗ്ലാദേശിൻ്റെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു? ആദ്യത്തെ. ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന ഭർത്താവ് സിയാവുർ റഹ്മാൻ 1981 സൈനിക ലഹളയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ഖലീദ സിയ പിന്നീട് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. 1991 മുതൽ 96 വരെ 3 തവണ ആ പദവി വഹിച്ചു. അപ്പോൾ ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന ഭർത്താവ് സിയാവുർ റഹ്മാൻ 1981 സൈനിക ലഹളയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ഖലീദ സിയ പിന്നീട് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി 3 തവണ ആ പദവി വഹിച്ചു. ഖലീദ സിയയുടെ ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള പോര് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ബാറ്റിൽ ഓഫ് ദ ബീഗംസ് എന്നറിയപ്പെട്ടു. ഖലീദ സിയയും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള പോര് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ബാറ്റിൽ ഓഫ് ദ ബീഗംസ് എന്നറിയപ്പെട്ടു. ഈ പോരിൻ്റെ ഭാഗമായി അനാഥാലയ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2018 ഖലീദ അറസ്റ്റിലായി. 2024 പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായതിനു ശേഷം നിലവിൽ വന്ന കാവൽ ഭരണകൂടം അവരെ മോചിപ്പിച്ചു. 17 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം മകൻ താരിഖ് റഹ്മാൻ മടങ്ങിയെത്തി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു അന്ത്യം. ഓക്കെ, അത്രയും ഡീപ്പായിട്ടൊന്നും വേണ്ടിവരില്ല, ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇനി ഇന്ത്യൻ കോൺഗ്രസ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ്. പണിയ വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥൻ. കൽപ്പറ്റ നഗരസഭയിൽ കേട്ടോ, അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പണിയ വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥൻ, കൽപ്പറ്റ നഗരസഭയിൽ കേട്ടോ. ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് വിശ്വനാഥൻ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ചിട്ട് ജയിച്ചാണ് വിശ്വനാഥൻ നഗരസഭ അധ്യക്ഷനായത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 29 ചെന്നൈയിൽ അന്തരിച്ച S കൃഷ്ണസ്വാമി ഏത് നിലയിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ്? ഡോക്യുമെൻ്ററി സംവിധായകൻ. ഡിസംബർ 29 ചെന്നൈയിൽ അന്തരിച്ച S കൃഷ്ണസ്വാമി ഏത് നിലയിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ്? ഡോക്യുമെൻ്ററി സംവിധായകൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ 5000 വർഷത്തെ ചരിത്രം ചിത്രീകരിച്ച ഫ്രം ഇൻഡസ് വാലി ടു ഇന്ദിരാഗാന്ധി
1976, അൺനോൺ ഫ്രീഡം ഫൈറ്റേഴ്സ് 1978, ഹുലോസസ് വെൻ ഇന്ത്യ വിൻസ് 2006 തുടങ്ങിയ പ്രശസ്ത ഡോക്യുമെൻ്ററികളാണ് ഇദ്ദേഹത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ 5000 വർഷത്തെ ചരിത്രം ചിത്രീകരിച്ച ഫ്രം ഇൻഡെക്സ് വാലി ടു ഇന്ദിരാഗാന്ധി 1976 കേട്ടോ. അൺനോൺ ഫ്രീഡം ഫൈറ്റേഴ്സ് 1978, ഹുലോസസ് വെൻ ഇന്ത്യ വിൻസ് 2006 തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഡോക്യുമെൻ്ററികളാണ്. സാഹിത്യ കലാ സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം ഇത്തവണ നേടിയത് NS മാധവൻ. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം ഇത്തവണ നേടിയത് NS മാധവൻ. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്ന് 1991 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിനെ സ്വതന്ത്ര പരമാധികാരമുള്ള രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഇസ്രയേൽ. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്ന് 1991 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിലെ സ്വതന്ത്ര പരമാധികാരമുള്ള രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഇസ്രയേൽ. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത NH-45 മധ്യപ്രദേശ് ഛത്തീസ്ഗഡിൽ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത NH-45 മധ്യപ്രദേശ് ഛത്തീസ്ഗഡിൽ. ദെഹ്റാദൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ സായി ജാദവ്. ദെഹ്റാദൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ സായി ജാദവ്. IMAയുടെ 9ാം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മഹാരാഷ്ട്രയിലെ കോൽഹാപൂർ സ്വദേശിനിയാണ് ഇദ്ദേഹം. 23കാരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ മിലിറ്ററി അക്കാദമിയിൽ നിന്ന്, അതാണ് IMA അല്ലേ, IMAയുടെ 93 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മഹാരാഷ്ട്രയിലെ കോൽഹാപൂർ സ്വദേശിനിയാണ് 23കാരിയായ സായി. പുറത്തിറങ്ങാനിരിക്കുന്ന ഏത് ബോളിവുഡ് ചിത്രമാണ് ചൈനീസ് മാധ്യമങ്ങളുടെ വിമർശനത്തിന് വിധേയമായത്? ബാറ്റിൽ ഓഫ് ഗാൽവൻ. പുറത്തിറങ്ങാനിരിക്കുന്ന ഏത് ബോളിവുഡ് ചിത്രമാണ് ചൈനീസ് മാധ്യമങ്ങളുടെ വിമർശനത്തിന് വിധേയമായത്? ബാറ്റിൽ ഓഫ് ഗാൽവൻ. 2020 ജൂണിലെ ഇന്ത്യ ചൈനീസ് ഗാൽവൻ സംഘർഷം പ്രമേയമാക്കിയ ഈ സൽമാൻ ഖാൻ ചിത്രം ഏപ്രിലാണ് പുറത്തിറങ്ങുക. സിനിമ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുകയാണെന്നാണ് ആക്ഷേപം. 2020 ജൂണിലെ ഇന്ത്യ ചൈനീസ് ഗാൽവൻ സംഘർഷം പ്രമേയമാക്കിയ ഈ സൽമാൻ ഖാൻ ചിത്രം ഏപ്രിലാണ് പുറത്തിറങ്ങുക. സിനിമ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുകയാണെന്നാണ് പൊതുവെ ആക്ഷേപം. ജപ്പാനെ മറികടന്ന് ഇന്ത്യ എത്രാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്? 4ാമത്തെ. ജപ്പാനെ മറികടന്ന് ഇന്ത്യ എത്രാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്? 4ാമത്തെ. 3 വർഷത്തിനു ശേഷം ഇന്ത്യ ജർമ്മനിയെയും പിന്തള്ളുമെന്നാണ് കണക്ക്. നിലവിൽ US ആണ് 1ാമത്, ചൈനയാണ് 2ാം സ്ഥാനം. അപ്പോൾ 3 വർഷത്തിനു ശേഷം ഇന്ത്യ ജർമ്മനിയെയും പിന്തള്ളുമെന്നാണ് കണക്ക്. നിലവിൽ US ആണ് 1ാമത്, 2ാമത് ചൈനയാണ് കേട്ടോ. ഇസ്രായേലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനം നേടിയത് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനം നേടിയത് ഡൊണാൾഡ് ട്രംപ്. പുരസ്കാരത്തിൻ്റെ 80 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്രായേൽ പൗരനല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ പുരസ്കാരം നൽകിയത്. പുരസ്കാരത്തിൻ്റെ 80 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ പൗരനല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ പുരസ്കാരം നൽകിയത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് RK അഗർവാൾ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് RK അഗർവാൾ. ഓക്കെ, അപ്പോൾ ഗലീദാസിയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി INSV കൗഡില്യ, അതിനെക്കുറിച്ചുള്ള പോയിൻ്റാണ് കേട്ടോ. INSV കൗഡില്യ അജന്ത ഗുഹയിലെ ചിത്രങ്ങളിൽ കാണപ്പെട്ട മാതൃകയിൽ നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ യാനം ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് 2025 ഡിസംബർ 29 പുറപ്പെട്ട് ഒമാനിലെത്തി. ഇതിൻ്റെ പേര് INSV കൗഡില്യ. അജന്ത ഗുഹയിലെ ചിത്രങ്ങളിൽ കാണപ്പെടുന്ന മാതൃകയിൽ നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ യാനം ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് 2025 ഡിസംബർ 29 പുറപ്പെട്ട് ഒമാനിലെത്തി. ഇതിൻ്റെ പേരാണ് INSV കൗഡില്യ. ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണ രീതിയും സാങ്കേതിക വിദ്യയും AD 5ാം നൂറ്റാണ്ടിലെ യാനങ്ങളുടെ ഇതിൽ നിന്ന് സമാനമാണ്. ലോഹഭാഗങ്ങളില്ലാതെ മരത്തടികളും കയറും ഉൾപ്പെടെയുള്ള പ്രകൃതിജന്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച പായ്ക്കപ്പൽ കാറ്റിൻ്റെ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണ രീതിയും സാങ്കേതിക വിദ്യയും AD 5ാം നൂറ്റാണ്ടിലെ യാനങ്ങളുടേതിന് സമാനമാണ്. ലോഹഭാഗങ്ങളില്ലാതെ മരത്തടികളും കയറും ഉൾപ്പെടെയുള്ള പ്രകൃതിജന്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച പായ്ക്കപ്പൽ കാറ്റിൻ്റെ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പരമ്പരാഗത സമുദ്രപാതയിലൂടെ 18 ദിവസം കൊണ്ട് ലക്ഷ്യത്തിലെത്തി. ഓക്കെ, അപ്പോൾ പരമ്പരാഗത
പരമ്പരാഗത സമുദ്രപാതയിലൂടെ 18 ദിവസം കൊണ്ടാണ് ഇവർ ലക്ഷ്യത്തിലെത്തിയത്. AD 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് കപ്പൽ യാത്ര നടത്തിയ നാവികനായ കൗടില്യയുടെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ പരമ്പരാഗത സമുദ്രപാതയിലൂടെ 18 ദിവസം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി. AD 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് കപ്പൽ യാത്ര നടത്തിയ നാവികനായ കൗടില്യയുടെ പേരാണ് ഇതിന് നൽകിയത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.